ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനിരിക്കെ അപ്രതീക്ഷിത തീരുമാനവുമായി രാഷ്ട്രീയ ജനതാദൾ കേരള ഘടകം രംഗത്തെത്തിയിരിക്കുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. LDF മുന്നണി വിടാൻ RJD തത്വത്തിൽ തീരുമാനിച്ചതായുള്ള സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. LDFിൽ ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തങ്ങൾ കടക്കുമെന്ന് വ്യക്തമാക്കി MP ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള RJD രംഗത്തെത്തിയിരുന്നു. രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കിട്ടിയില്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ RJD തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കൂടിയ കമ്മിറ്റിയിലാണ് മുന്നണി വിടണം എന്ന ആവശ്യമുയർന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൽ ചേക്കേറുവാനുള്ള ശ്രമങ്ങളാണ് RJD നടത്തുന്നതെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. എന്നാൽ രാജ്യസഭാ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ലെന്നും രാജ്യസഭാ സീറ്റ് നൽകുന്ന കാര്യം ചിന്തിച്ചിട്ടില്ലെന്നുമാണ് CPM നേതൃത്വത്തിലുള്ള LDF പറയുന്നത്. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമെന്ന ആവശ്യം ഇനി നടക്കുമെന്ന പ്രതീക്ഷയും RJDക്കില്ല. ലോക്സഭയ്ക്കും മന്ത്രിസഭയ്ക്കും പുറമെ രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലാതെ ആയാൽ പാർട്ടി പ്രവർത്തകരെ പിടിച്ചു നിർത്തുക പ്രയാസമാണെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ വാദം. വടകരയിലും കോഴിക്കോടും ഉൾപ്പെടെ LDF വിജയത്തിനായി RJD പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നും അവരെ നിരാശരാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തങ്ങളെ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് ക്ഷണിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു RJDയിലെ മുതിർന്ന നേതാക്കൾ. എന്നാൽ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് CPM അറിയിച്ചതായാണ് സൂചനകൾ. ഇതിനെ തുടർന്നാണ് കടുത്ത തീരുമാനമെടുക്കാൻ RJD നിർബന്ധിതരായത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആകെ 3 രാജ്യസഭാ സീറ്റുകളാണ് LDFിൽ ഒഴിവ് വരുന്നത്. ഇതിൽ ജയിക്കാനാകുന്നത് 2 സീറ്റുകളിലാണ്. മന്ത്രിസ്ഥാനമില്ല. പിന്നാലെ ലോക്സഭാ സീറ്റിലും പരിഗണിക്കപ്പെടാതെ ആയതോടെ വലിയ അമർഷത്തിലായിരുന്നു രാഷ്ട്രീയ ജനതാദൾ. പ്രതിഷേധം പരസ്യമാക്കി ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന് കാണിച്ച് ഇടതുമുന്നണിക്ക് കത്ത് നൽകിയെങ്കിലും ഭീഷണി ഏശാത്തതിനാൽ പിന്നീട് പിന്മാറുകയായിരുന്നു. LDF കൺവീനർ EP ജയരാജനുമായി RJD സംസ്ഥാന പ്രസിഡന്റ് MP ശ്രേയാംസ് കുമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് രാജി തീരുമാനം പിൻവലിച്ചത്. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ വന്നപ്പോൾ ലോക്സഭാ സീറ്റിൽ പരിഗണിക്കാമെന്ന് മുന്നണി ഉറപ്പു നൽകിയിരുന്നു എന്നാണ് RJD ഭാരവാഹികളുടെ വാദം. എന്നാൽ ഇത് CPM ചിരിച്ചുകൊണ്ട് തള്ളുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള വാഗ്ദാനം നൽകിയിരുന്നോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് ഇപ്പോഴത്തെ LDF കൺവീനർ ആയിരിക്കണമെന്നില്ല എന്നായിരുന്നു ജയരാജൻ അന്ന് നൽകിയ മറുപടി. അതായത് ചോദിക്കേണ്ട ശ്രേയാംസ് കുമാറെ തരില്ല എന്ന് തന്നെ. ഏറെക്കാലമായി LDFിനൊപ്പമുള്ള കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനമോ ലോക്സഭാ സീറ്റോ നൽകിയിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയ ജനതാദൾ എന്ന അധികാരിക പാർട്ടിയെ കോവൂർ കുഞ്ഞുമോന്റെ RSPയുമായി ഉപമിച്ചതോടെ RJD നേതാക്കൾ അങ്ങ് ഇല്ലാണ്ടായി. ഇത്രത്തോളം നാണം കെടുത്തുമെന്ന് വിചാരിച്ചില്ല. ഇതോടെയാണ് മുന്നണി മാറണം എന്ന ചിന്ത RJDയിൽ ഉദിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് RJD കരുതിയിരുന്നു. എന്നാൽ RJDക്കും കോവൂർ കുഞ്ഞുമോന്റെ RSPക്കും മന്ത്രിസ്ഥാനം നൽകേണ്ട എന്നായിരുന്നു CPM തീരുമാനം. അന്നും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി RJD ഒത്തിരി ശബ്ദം ഉയർത്തിയിരുന്നു. അന്നുണ്ടാക്കിയ ഒച്ചപ്പാടിനേക്കാൾ ശബ്ദം ഇപ്പോൾ ഉയരുന്നുണ്ട്. അന്ന് മന്ത്രി ആയിരുന്നെങ്കിൽ ഏക MLA KP മോഹനായിരുന്നു ഗുണം ചെയ്യുക. എന്നാൽ ഇന്ന് പാർട്ടി പ്രസിഡന്റ് ശ്രേയാംസ് കുമാറിനാണ് ഗുണം ചെയ്യുക. കോഴിക്കോട് സീറ്റ് എപ്പോഴും പാർട്ടിയുടെ മോഹമാണ്. ചാൻസ് കിട്ടിയാൽ ശ്രേയാംസ് സ്ഥാനാർത്ഥിയാകുമായിരുന്നു. അവിടെയാണ് കുഞ്ഞുമോന്റെ പാർട്ടിയോട് ഉപമിച്ച് പാർട്ടിയെയും ശ്രേയാംസിനെയും നാണം കെടുത്തിയത്. ലോകസഭയിലേക്ക് കോഴിക്കോട് സീറ്റ് CPM വെട്ടിയതിന്റെ പേരിലാണ് വീരനും കൂട്ടരും അന്ന് UDFിലേക്ക് പോയത്. പിന്നെ പേര് JDU ആയി. അമ്പ് ചിഹ്നമാക്കി നിയമസഭയിലേക്ക് എത്തി. KP മോഹൻ പാർട്ടിയുടെ മന്ത്രിയുമായി. വീരൻ കളം മാറ്റിയപ്പോൾ LDFിനൊപ്പം ഉറച്ചു നിന്ന മാത്യു T തോമസിന് അർഹമായ സീറ്റുകൾ അന്നും കൊടുത്തു CPM നേതൃത്വത്തിലുള്ള LDF. എന്നാൽ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീരന്റെ പാർട്ടി പച്ച തൊട്ടില്ല. ശ്രേയാംസ് കുമാർ അടക്കം മത്സരിച്ച 7 പേർക്കും സമ്പൂർണ്ണ തോൽവി. JDU സ്ഥാനാർത്ഥികൾക്കെതിരെ അനുയോജ്യരായവരെ നിർത്താൻ CPM സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ അന്ന് പ്രത്യേക കൗശലം കാണിച്ചിരുന്നു. LDFിലാകട്ടെ JDS മത്സരിച്ച 5-ൽ 3 ജയിക്കുകയും ചെയ്തു. മാത്യു T തോമസ് മന്ത്രിയുമായി. UDFിലിരിക്കെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ വീരൻ വിഭാഗം അസ്വസ്ഥരായി. ലോക്സഭയിലേക്ക് പാലക്കാട്ട് വീരേന്ദ്രകുമാറിന്റെ തോൽവി കോൺഗ്രസ് കാലുവാരിയത് കൊണ്ടാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ എതിർപ്പ് പരസ്യമായി. വ്യക്തശത്രുക്കളായ പിണറായി വിജയനും വീരേന്ദ്രകുമാറും വേദി പങ്കിട്ടതോടെ മഞ്ഞുരുകി. വൈകാതെ വീരനും സംഘവും ഇടതുപക്ഷത്തെത്തി. കോഴിക്കോട്ടും വടകരയിലും ആളനക്കമുള്ള പാർട്ടിയെ ചൊടിപ്പിക്കാതെ കൊണ്ടുപോകുക എന്നതായിരുന്നു CPM തന്ത്രം. അതേസമയം
അവരെ അടർത്തി മാറ്റി ഇടതുമുന്നണിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അവർ അവിടെ കിടന്ന് പിടയ്ക്കട്ടെ എന്നും സമയമാകുമ്പോൾ പിടിക്കാമെന്നൊക്കെയാ സുധാകരൻ പറഞ്ഞത് ഒന്നും കാണാതെയല്ല. എന്നാൽ സത്യം പറയാമല്ലോ, RJD പോയി എന്ന് കരുതി LDF-ൽ ഒരു അസ്വസ്ഥതയും ഉണ്ടാകാൻ പോകുന്നില്ല. ജനത JDU ആയി, പിന്നീട് LJD ആയി, ഒടുവിൽ RJD ആയ പാർട്ടിക്ക് ഇനി എന്തായി മാറാൻ കഴിയും?